ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഞ്ഞിപ്പുര ഭാഗത്താണ്. കഞ്ഞിപ്പുര വെട്ടിച്ചിറ ഭാഗത്തു നിന്ന് വരുന്ന ടോൾ പ്ലാസൻ്റെ മുൻഭാഗത്ത് ഇതാണ് നമ്മുടെ ടോൾ പ്ലാസ. ടോൾ പ്ലാസ കഴിഞ്ഞ് വരുന്ന ഈ ഭാഗത്ത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്താണ്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിന്നുള്ള ഭാഗത്ത് മുൻഭാഗത്തേക്ക് വരുന്ന ഭാഗത്താണ് ടാറിങ് നടക്കുന്നുണ്ട്. പുതുതായിട്ട് ഇവിടെ ടാറിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് വരെയാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇപ്പോൾ ടാറിങ് നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ മെഷീനറീസും കാണാൻ നമുക്ക് ടാറിങ് നടക്കുന്നുണ്ട്. ഇവിടെ വൺ സൈഡ് ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ടാറിങ് കഴിഞ്ഞതാണ് കാണാം. വളരെ വേഗത്തിലുള്ള വർക്കുകളാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. കഞ്ഞിപ്പുര ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഭാഗത്തേക്ക് പോകുമ്പോഴും ഈ ഭാഗത്തുള്ള മുൻഭാഗത്തൊക്കെ ഫുള്ളായിട്ടുള്ള ടാറിങ് കഴിഞ്ഞു. വളരെ വേഗത്തിലായിരുന്നു ഇവിടെയുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും ഈ സർവീസ് റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. രണ്ട് ഭാഗത്തേക്കും പോകുന്നത്. കോഴിക്കോട് ഭാഗത്തുനിന്നും തൃശ്ശൂർ ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങളൊക്കെ ഈ സർവീസ് റോഡിലൂടെ തന്നെ പോകുന്നത് കാണാൻ നമുക്ക്. ഒരേ സൈഡിലൂടെ തന്നെയാണ് കടത്തിവിടുന്നത്. ഇവിടെ ടാറിങ് വർക്കുകൾ നല്ല പുരോഗമിക്കുന്നുണ്ട്. എല്ലാവിധ വാഹനങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള സർവീസ് റോഡൊക്കെ കയറിപ്പോകുന്ന ഭാഗത്ത് അവിടെ നമുക്ക് ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്താണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത്. മുൻഭാഗത്ത് പോയി നോക്കാം. കഞ്ഞിപ്പുര അവിടെ ഒരു ഓവർപാസൊക്കെ വന്നിട്ടുണ്ട്. ആ ഓവർപാസിൻ്റെ വർക്ക് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ എത്രത്തോളം എത്തിയിട്ടുണ്ട് ടാറിങ് നോക്കാം. ഇവിടെ കാണാം നമുക്ക് രണ്ട് സൈഡിലേക്കും പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഒരേ സൈഡിലൂടെയാണ് കടത്തിവിടുന്നത് കാണാം. ഇവിടെയൊക്കെ വാഹനങ്ങൾ പോകുന്നത്. ഇവിടെ ടാറിങ്ങിനായിട്ടുള്ള മെറ്റലൊക്കെ കൊണ്ടുവന്ന് വരുന്ന ലോറികളാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. വളരെ വേഗത്തിലാണ് ഇവിടെയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കഞ്ഞിപ്പുര ഭാഗത്ത് ഇനി കുറേ മണ്ണ് എടുക്കാനുണ്ട്. അതുവരെയൊക്കെ അണ്ടർപാസ് ഓവർപാസിൻ്റെ അടുത്ത് വരെയൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട് ടാറിങ്. ഇവിടെ കാണാതെ ടാർ ഒഴിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ ടാറിങ് ആണ് ഇനി ഇവിടെ നടക്കുന്നത്. ഫൈനൽ ടാറിങ്ങിൻ്റെ മുന്നോടിയായിട്ടുള്ള ടാറൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. വർക്കേഴ്സ് ഫുള്ള് സെറ്റാണ് ഇവിടെ. ഇനി ഈ ഭാഗത്ത് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് രണ്ട് സൈഡിലും നടക്കാനുള്ളത്. ബാക്കിയുള്ള എല്ലാ വർക്കുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ ക്രാഷ് ബാരിയർ വരാനുണ്ട്. ഇവിടെ ഫുൾ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാ ലോറിയിലും ഇവിടെ മെറ്റലുകൾ ടാറൊഴിച്ച മെറ്റലുകൾ റെഡിയാണ്. 1 2 3 4 ഒരു 10ഓളം വണ്ടികളിൽ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ നിമിഷ നേരം കൊണ്ടാണ് ഇവരൊക്കെ ടാറിങ്ങൊക്കെ കഴിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞ് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഭാഗത്താണിത്. അപ്പോൾ ഇനി കഞ്ഞിപ്പുര നമ്മുടെ ഓവർപാസിൻ്റെ അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ആ ഭാഗത്ത് മണ്ണൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് എത്രത്തോളം ഇനി വർക്ക് ബാക്കിയുണ്ട് നമുക്ക് പോയി നോക്കാം. രണ്ട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഒരേ സൈഡിലൂടെ ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ചെറിയൊരു ബ്ലോക്കാണ്. കാരണം നമുക്ക് വണ്ടികളൊക്കെ വരിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടികൾ ക്യൂവിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലുള്ള വാഹനങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് വാഹനങ്ങൾ കടത്തി വിടുന്നത്. അപ്പോൾ നമുക്ക് ഇനി കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോയി നോക്കാം. ഇതാണ് ടോൾ പ്ലാസൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി പിന്നെ അത് കാണിക്കാത്തതാണ്. അവിടെ ഇനി സെൻസറുകളൊക്കെയാണ് വെക്കേണ്ടത്. സെൻസറുമായിട്ടും ലൈറ്റുകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ ചെയ്യേണ്ടത്. ബാക്കിയുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങനെ കറണ്ടുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ക്യാമറകൾ എല്ലാ ഭാഗത്തും ഉണ്ട്. ഇവിടെ ഒരു ഐമാസ് ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെയാണ് അവർക്ക് സ്റ്റാഫിനൊക്കെ താമസിക്കാനുള്ള ഓരോ റൂമുകൾ കാര്യങ്ങൾ അവിടെയൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. സർവീസ് റോഡിലേക്ക് കാണുമ്പോൾ ഈ സൈഡിലൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളുണ്ട്. ഇവിടെ നമുക്ക് കാണാം വളരെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്.
സർവീസ് റോഡിൽ 2 വാഹനങ്ങൾക്ക് പോകാനുള്ള വീതി വളരെ കുറവാണ്. കുറേ ആളുകൾ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സർവീസ് റോഡ് ഇത് മതിയോ, ഈ വീതി മതിയോ എന്ന്. റോഡിൻ്റെ അളവൊക്കെ കഴിഞ്ഞ സമയത്തൊന്നും ആളുകൾക്കൊന്നും ഇതിനെ പറ്റിയുള്ള ഒരു ബോധമില്ലെന്ന്. വളരെ കുറഞ്ഞ വീതിയിൽ റോഡ് മതി എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു. ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ ആളുകൾ പറയുന്നത് ഈ വീതി മതിയോ എന്നുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മുന്നിലോട്ട് പോയി നോക്കാം ഇനി അവിടെയുള്ള കാഴ്ചകൾ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കഞ്ഞിപ്പുര ഓവർപാസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ടാറിങ് നടക്കുന്നത് ആ ഭാഗത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം താഴെ ഭാഗത്ത് നല്ല സ്ട്രോങ് ആയ പാറയാണ്. ഇവിടെ പാറ പൊട്ടിക്കുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. ഇറ്റാച്ചി, ക്രെയിന് അങ്ങനെയുള്ള എല്ലാവിധ വാഹനങ്ങളും ഉണ്ട് ഇവിടെ. ഓരോ കമ്പനീൻ്റെ വാഹനങ്ങളും ഇവിടെ കാണാം. ഇവിടെ വലിയ പാറകളാണ്. ഇതിൻ്റെ മുൻഭാഗത്ത് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. കരിപ്പോള് ഭാഗത്തുനിന്ന് വരുന്ന ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞ് കാണാം. ഇതിൻ്റെ അടിഭാഗത്ത് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം. 2 വാഹനങ്ങൾ ഒരേ സൈഡിലൂടെയാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് തിരിഞ്ഞു പോവുകയാണ്. വരുന്ന വാഹനങ്ങളൊക്കെ കാണാം നമുക്ക്. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഈ ഓവർപാസിൻ്റെ മുകളിൽ നിന്നാണ് അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നത്. ആ സൈഡിൽ ടാറിങ് നടന്നുകൊണ്ടാണ് ഇവിടെ ബ്ലോക്കാക്കി വെച്ചേക്കാണ് കാണാം. അവിടെ ടാറിങ് നടക്കുന്നതുകൊണ്ടാണ്. ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ തന്നെ തിരിച്ചു വിടുന്നതായിരിക്കും. ഇവിടെ വലിയ സ്ട്രോങ് ആയ പാറകളാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഈ ഭാഗത്ത് വരെയൊക്കെ എത്തിയിട്ടുണ്ട്, മണ്ണ് ലെവൽ ചെയ്ത്. ഇനി അവിടെ കുറച്ച് ഭാഗത്ത് കാണാം നമുക്ക്. ഭയങ്കര സ്ട്രോങ് ആയ പാറകളാണ്. ഇങ്ങനെ കോട്ടക്കൽ ഭാഗത്ത്, കോയിച്ചന ഭാഗത്ത്, ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് വലിയ പാറകളുള്ളത്. അതാണ് ഇപ്പോൾ കുറച്ച് സമയമെടുക്കുന്നത്. ബാക്കിയുള്ള വർക്കുകളൊക്കെ വളരെ വേഗത്തിൽ അവർ കഴിക്കുന്നുണ്ട്. ഇനി ഇവിടെയുള്ള ഈ ഒരു കാറിൻ്റെ വർക്കും കൂടെ കഴിഞ്ഞാൽ ഇവിടെ ഉടൻ ടാറിങ് നടക്കുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നോട്ടുള്ള യാത്രകൾക്ക്. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഓവർപാസ് കഴിഞ്ഞ് അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം. ആ സൈഡിലേക്കുള്ള എന്തൊക്കെയാണ് വർക്കുകൾ, മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഓവർപാസിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണാൻ വൻ പുരോഗതിയാണ് വന്നിട്ടുള്ളത്. വളരെ വലിയ മാറ്റങ്ങൾ കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടം വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. അവിടെയൊക്കെ കാണാം നമുക്ക്. ഇനി അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകളുണ്ട്. ഇവിടെ വരെയാണ് ടാറിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. താഴ്ഭാഗം കാണാം നമുക്ക്. ഇനി ഈ പാലത്തിൻ്റെ അടിയിൽ ഇപ്പുറത്ത് നമ്മളിപ്പോൾ കണ്ടിരുന്ന കരിങ്കല്ല് പൊട്ടിച്ച് എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള ബാക്കിയുള്ള വർക്കുകളാണ് നടക്കാനുള്ളത്. അതും വളരെ കുറച്ച് ഭാഗത്താണ്. ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗം. വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇനി നടക്കാനുള്ളൂ. ഏരിയയിൽ മാത്രമാണ് ടാറിങ് നടക്കാനുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് കോട്ടക്കൽ ഭാഗത്തു നിന്ന് വട്ടപ്പാറ ഭാഗത്തേക്ക് വരെ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. ബാക്കിയുള്ള ആ ഭാഗത്തും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഈ ഭാഗത്തൊക്കെ. സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കാണാം നമുക്ക്. ഇങ്ങനെയുള്ള കുറഞ്ഞ ഗ്യാപ്പുകൾ മാത്രമാണ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനുള്ളത്. ഇവിടുന്ന് ഇനി വലത് ഭാഗത്തേക്ക് തിരിച്ചു വിടുന്നുണ്ട്, വീണ്ടും ഹൈവേയിലേക്ക്. അത് നമുക്ക് കാണാം.
അപ്പോൾ നമുക്ക് വേണം ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. റോഡ് വർക്ക് കഴിഞ്ഞ ഭാഗത്ത് വളരെ വേഗത്തിൽ എല്ലാ വർക്കുകളും ഇതുപോലെ നടത്തുന്നുണ്ട്. ലൈൻ മാർക്കിംഗ് അങ്ങനെയുള്ള വർക്കുകൾ, ക്യാമറ വെക്കുന്നത്, ലൈറ്റ് വെക്കുന്നത്, എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റമുണ്ട്. കരിപ്പോൾ ഭാഗത്താണ് നമ്മൾ ഇതുവരെ നിന്നിട്ട്. ഇതാണ് ശരിക്കും കഞ്ഞിപ്പുര. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്, ചെറിയൊരു മാറ്റം വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഭാഗത്ത് നിന്ന് കാണാം. ഇപ്പോൾ സർവീസ് റോഡിലൂടെ എല്ലാ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇതിലൂടെ തന്നെയാണ്. മുകളിലൂടെ ഇവിടെ വെയിറ്റിംഗ് ടെസ്റ്റൊക്കെ നടത്തിയത് കാണാം. ഇതിൻ്റെ ഭാഗമായിട്ട് പാലത്തിൻ്റെ മുകളിൽ ലോഡിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ ഇങ്ങനെ ഓരോ മാർക്കിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ മാർക്കിംഗ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണാം. ഈ ഭാഗത്തൊക്കെ ഓരോ കള്ളി വരച്ചതൊക്കെ. പിന്നെ ഇവിടെ വെള്ളം ഒഴുകി പോകാനുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭാഗത്ത് മാത്രമാണ് ഇത് വരക്കാത്തത്, ലൈൻ മാർക്കിംഗ് ചെയ്യാത്തത്. ഇവിടെ ഇപ്പോഴും ഒരു പോസ്റ്റൊക്കെ കാണുന്നുണ്ട് റോട്ടിൽ തന്നെ. ഇത് എടുത്തു മാറ്റിയിട്ടില്ല, എന്തുകൊണ്ട് അറിയില്ല, ഇനി മാറ്റുമോ അറിയില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് വർക്കുകൾ ഇവിടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇനിയും ക്രഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ താലപ്പാറ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായുള്ളൊരു ഭാഗത്തു നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വീണ്ടും സർവീസ് റോഡിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഒരു വർക്കുകളൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ കമൻറ്റിൽ കണ്ടൊരു പറയുന്നത് മറ്റ് കമ്പനികളെക്കാളും ഏറ്റവും മികച്ചൊരു കമ്പനിയാണ് KNRCL. അത് നമുക്ക് ഇവിടെ കിട്ടിയത് കൊണ്ടായിരിക്കാം നമ്മുടെ മലപ്പുറം ഭാഗത്ത് വളരെ വേഗത്തിലായിരുന്നു വർക്കുകൾ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അതേനാണ് എനിക്കും പറയാനുള്ളത്. വളരെ നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വട്ടപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത്. വട്ടപ്പാറ ഭാഗത്ത് പുതുതായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നോക്കാം. ആ ഭാഗത്തേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള കാഴ്ചകൾ ഇതാണ്. ഈ ഭാഗത്തും ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പോകാം. അപ്പോൾ ഇവിടം വരെയാണ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. കഞ്ഞിപ്പുര അവസാന ഭാഗം ഈ ഭാഗത്താണ്. കരിപ്പോൾ ഭാഗത്തുനിന്ന് വന്ന് വെട്ടിച്ചിറ ഭാഗത്തുനിന്നാണ് നമ്മൾ വന്നത്. ഇവിടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് കടന്നു പോകുന്ന ഒരു ഭാഗം കാണാം. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.